ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 100 ചോദ്യങ്ങളിൽ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം. ഉത്തരം നായ. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം. ഉത്തരം ചെമ്പ്. അടുത്ത ചോദ്യം: കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ഉത്തരം കുരുമുളക്. അടുത്ത ചോദ്യം: അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഉത്തരം 2023. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. അടുത്ത ചോദ്യം: പപ്പായയുടെ ജന്മദേശം. പപ്പായയുടെ ജന്മദേശം. ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം: പേരയ്ക്കയുടെ ജന്മദേശം. പേരയ്ക്കയുടെ ജന്മദേശം. ഉത്തരം മെക്സിക്കോ. അടുത്ത ചോദ്യം: ഏലക്കയുടെ ജന്മദേശം. ഏലക്കയുടെ ജന്മദേശം. ഉത്തരം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം: കശുവണ്ടിയുടെ ജന്മദേശം. കശുവണ്ടിയുടെ ജന്മദേശം. ഉത്തരം ബ്രസീൽ. അടുത്ത ചോദ്യം: ഉഷ്ണമേഖലയിലെ ആപ്പിൾ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ. ഉത്തരം പേരയ്ക്ക. അടുത്ത ചോദ്യം: പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പേരയ്ക്ക ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഉത്തരം പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം: കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഉത്തരം കരേവ. അടുത്ത ചോദ്യം: ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം. ഉത്തരം ചിക്കമംഗളൂരു, കർണാടക. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ചിക്കമംഗളൂരു, കർണാടക. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ഉത്തരം ബേക്കൽ കോട്ട. അടുത്ത ചോദ്യം: ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം: ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. ഉത്തരം പള്ളിക്കര. അടുത്ത ചോദ്യം: ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ശിവപ്പ നായ്ക്കർ. അടുത്ത ചോദ്യം: എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം വയനാട്. അടുത്ത ചോദ്യം: കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം: കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. ഉത്തരം ബാലരാമപുരം, കൂത്താമ്പുള്ളി. അടുത്ത ചോദ്യം: മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം: കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരം 1956. അടുത്ത ചോദ്യം: വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം. ഉത്തരം തെയ്യം. അടുത്ത ചോദ്യം: അടയാളം കൊടുക്കൽ എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തെയ്യം. അടയാളം കൊടുക്കൽ എന്നത് തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം: ജനപദം എന്ന വാക്കിനർത്ഥം. ജനപദം എന്ന വാക്കിനർത്ഥം. ഉത്തരം ജനം അധിവസിച്ച സ്ഥലം. ജനപദം എന്ന വാക്കിനർത്ഥം ജനം അധിവസിച്ച സ്ഥലം. അടുത്ത ചോദ്യം: കുടുംബശ്രീ ആരംഭിച്ച വർഷം. കുടുംബശ്രീ ആരംഭിച്ച വർഷം. ഉത്തരം 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 മെയ് 17. ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് പാർട്ട് 1 വീഡിയോയാണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.